ഹലോ, ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇന്ന് എൻ്റെ ഗ്രാജുവേഷൻ ഡേ ആണ്. കുറച്ച് പേർക്കുള്ള മറുപടിയും കൂടിയാണ് ഇന്ന്. ഞാനും അമ്മയും അനിയത്തി അടങ്ങുന്ന ഒരു കുഞ്ഞ് ഫാമിലിയാണ് എൻ്റേത്. എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം. ഞാനും എൻ്റെ അനിയത്തി ആയതിനെ തുടർന്ന്, അതായത് 2 പെൺമക്കളായതിനെ തുടർന്ന് എൻ്റെ അമ്മ കുറേ പേരിൽ നിന്ന് കുത്തുവാക്കൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. നീ എന്തിന് നിൻ്റെ മക്കളെ പഠിപ്പിക്കുന്നു? നീ പഠിപ്പിച്ചിട്ട് നിനക്കെന്തോന്ന് നേട്ടം? ഒരു പേരൻസും നേട്ടം കണ്ടിട്ടല്ല മക്കളെ വളർത്തുന്നതും പഠിപ്പിക്കുന്നതും. അത് ചിന്തിക്കാനുള്ള ബോധവും വിവരവും ഇല്ലാത്തവരാണ് ഈ കുറ്റം പറയുന്നത്. ഈ കുറ്റം പറഞ്ഞ ആരും എൻ്റെ അമ്മയ്ക്ക് ഫീസ് അടയ്ക്കാൻ വേണ്ടി കുറേ അമ്മ സ്ട്രഗിൾ ചെയ്ത ടൈമിൽ നിനക്ക് അവർക്ക് ഫീസ് അടയ്ക്കാനുണ്ടോ, അവർക്ക് ഫുഡ് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ എന്ന് ചോദിക്കാൻ കഴിവില്ലാത്തവരാണ് ഈ കുറ്റം പറയുന്നത്. ഞാൻ ആരെയും തീർത്ത് പറയത്തില്ല. എൻ്റെ കുറച്ച് റിലേറ്റീവ്സ് ഉണ്ട്, വിരളിൽ എണ്ണാവുന്നത്. ഞാൻ എൻ്റെ വീഡിയോസിലൂടെ എൻ്റെ റിലേറ്റീവ്സിനെ കുറച്ചുകൂടെ കാണിച്ചിട്ടുണ്ട്. അവർ പോയിട്ട് ബാക്കിയെല്ലാം കണക്കാണ്. പക്ഷേ കുറ്റം പറയാൻ അവരെ പോയിട്ട് അവരെല്ലാം തികഞ്ഞ് എന്നുള്ളൊരു ഭാവമാണ് അവർക്ക്. പക്ഷേ ഞാൻ എല്ലാം അറിഞ്ഞിട്ട് ഒന്നും മിണ്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് കാത്തിരുന്നത്. എൻ്റെ അമ്മ എവിടെയൊക്കെ കളിയാക്കപ്പെട്ടോ അവിടെയൊക്കെ ഞാൻ അമ്മയ്ക്ക് കൊടുത്ത ഒരു ഗിഫ്റ്റായിട്ടാണ് ഞാൻ ഇത് കാണുന്നത്. ഞാനോ അമ്മയോ അനിയത്തിയോ ഒരു സ്ഥലത്ത് പോകാൻ പാടില്ല, ഒരു നല്ല ഡ്രസ്സ് ഇടാൻ പാടില്ല. ഇട്ട് കഴിഞ്ഞാൽ അത് വേറെ രീതിയിൽ നിന്നാണ് എവിടെന്നെങ്കിലും പൈസ കിട്ടിയത്. ഒരാളെ മോശക്കാരിയാക്കാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ നാക്ക് പൊങ്ങും. പക്ഷേ ഒരാളെക്കുറിച്ച് നല്ലത് പറയാൻ നാക്ക് പൊങ്ങൂല. നിനക്ക് രണ്ടുപേരെയും കെട്ടിച്ച് വിട്ടുകൂടെ? നീ എന്തിനു പഠിപ്പിച്ചിട്ട് അവർക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവരല്ലേ രക്ഷപ്പെടൂ? നീ രക്ഷപ്പെടത്തില്ലല്ലോ. എവിടെന്നെങ്കിലും കടം വാങ്ങിച്ചെങ്കിലും കെട്ടിച്ച് വിട്ടുകൂടെ എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോഴല്ല എൻ്റെ അമ്മ ഒന്നും മിണ്ടിയിട്ടില്ല. ഞാനിപ്പോൾ ആരെയും കുറ്റം പറയുന്നില്ല. നമ്മളെ കൊണ്ട് ഒരാൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നമ്മൾ അവരെ ഉപദ്രവിക്കാതിരിക്കുക, അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത് ഒരാളെ കൊണ്ട് ഹെൽപ്പില്ല, പക്ഷേ അവരെ ഉപദ്രവിക്കണം. എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ളതിന് നമുക്കൊരാളെ വേണ്ട എങ്കിൽ നമ്മൾ പിന്നെ അയാളെ തിരിഞ്ഞു നോക്കരുത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.